ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ പേര് മാറ്റാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പേരുമാറ്റം ഒരു പുത്തരിയല്ലെങ്കിലും പെട്ടത് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരായിരുന്നു. ഭാരതം മാറ്റിയാൽ സെൻസർ സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞതോടെ പേരുമാറ്റി ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് ആക്കിയിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. സിനിമ റിലീസാകാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അണിയറ പ്രവർത്തകർ മറ്റ് വഴികളില്ലാത്തതുകൊണ്ട് ചിത്രം പുറത്തിറക്കാൻ വേണ്ടി സിനിമയുടെ പേര് മാറ്റുകയാണെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത്. എന്നാൽ പണി പാളിയത് സിനിമയുടെ പ്രചരണാർത്ഥം പോസ്റ്ററുകളും ബാനറുകളും കോട്ടിങ്ങുകളും പ്രിന്റ് ചെയ്തതാണ്. ഇതാണെങ്കിൽ കേരളമാകെ സ്ഥാപിക്കുകയും ചെയ്തു. അടിച്ചുവെച്ച പോസ്റ്ററുകൾ വേറെ മാറ്റി സ്ഥാപിക്കുക എന്നത് പ്രായോഗികമായ കാര്യമെന്നുമല്ല. അത് ഈ ചിത്രത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു. സിനിമയുടെ ടൈറ്റിൽ 1.5 വർഷം മുമ്പേ രജിസ്റ്റർ ചെയ്തതാണ്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഈ പേരിന് അനുമതി നൽകിയിരുന്നു. സിനിമയുടെ ടൈറ്റിൽ 1.5 വർഷം മുൻപേ രജിസ്റ്റർ ചെയ്തതാണ്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഈ പേരിന് അനുമതി നൽകിയിരുന്നു. അതേപോലെ തന്നെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര് തന്നെ സിനിമയുടെ ട്രെയിലർ ആഴ്ചകൾക്ക് മുമ്പേ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്തതാണ് എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നത്. തിയേറ്ററുകളിൽ നിന്നും ഈ ട്രെയിലർ അടക്കം പിൻവലിക്കണമെന്നാണ് സെൻസർ ബോർഡ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിനിമയുടെ ഉള്ളടക്കത്തിൽ സെൻസർ ബോർഡിന് പരാതിയില്ല. പേരിലെ ഭാരതം എന്ന വാക്കിനോടാണ് വിയോജിപ്പ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന സുബീഷ് സുധിയും പറയുന്നത്. അതേസമയം നേരത്തെ സെൻസർ ബോർഡിന്റെ ഇടപെടലിനെ തുടർന്ന് യുവ സംവിധായകൻ അരുൺ രാജിന്റെ കുരിശ് എന്ന സിനിമയുടെ പേരും മാറ്റിയിരുന്നു. പ്രമോഷന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ അടക്കം ഉപയോഗിച്ച ഒരു കുരിശ് എന്ന പേര് മാറ്റി എഡ്വിന്റെ നാമം എന്നാക്കി മാറ്റുകയായിരുന്നു. ചില മതപുരോഹിതരുടെ തിന്മയ്ക്കെതിരെ എഡ്വിൻ എന്ന 12 വയസ്സുകാരൻ പ്രതികരിക്കുന്ന സിനിമ ഒരു സമുദായത്തെ അധിക്ഷേപിക്കുന്നു എന്ന് ആരോപിച്ചാണ് പേരിലും സിനിമയിലും മാറ്റം വരുത്തണമെന്ന് കാട്ടി സെൻസർ ബോർഡ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ പേരുമാറ്റത്തിന് കാരണം സെൻസർ ബോർഡിൽ നിന്നുമുണ്ടായ ജാതി വിവേചനമാണെന്ന് ആരോപിച്ച് സംവിധായകൻ അരുൺ രാജ് അന്ന് രംഗത്ത് എത്തിയിരുന്നു. മലയാളത്തിൽ ചാപ്പാ കുരിശ്, ഈശോ, വിശുദ്ധൻ, കുരിശ് യുദ്ധം, ആമേൻ തുടങ്ങിയ സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത വിവാദമാണ് സെൻസർ ബോർഡ് ഉണ്ടാക്കിയത്. പേരുമാറ്റത്തിൽ ശാഠ്യം പിടിക്കുന്നത് ദളിത് സമുദായത്തിൽ അംഗമായതിനാലാണ് എന്നാണ് അരുൺ രാജ് അന്ന് ആരോപിച്ചിരുന്നത്. 2018 പുറത്തിറങ്ങിയ സഞ്ജയ് ലീല ബൻസാലിയുടെ വിവാദ ചിത്രമായ പത്മാവതി ഇതുപോലെ പേര് മാറ്റിയിറക്കിയതാണ്. പത്മാവതി എന്ന പേര് പത്മാവത് എന്നാക്കി മാറ്റണം, സിനിമയ്ക്ക് ചിത്രവുമായി ബന്ധമില്ലെന്ന് 2 തവണ എഴുതി കാണിക്കണം എന്നീ നിബന്ധനകളോടെയാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയത്. 2023 പ്രദർശനത്തിലെത്തിയ കൊറോണ ജവാൻ എന്ന ചിത്രത്തിന്റെ പേര് മാറ്റാൻ സെൻസർ ബോർഡിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. തുടർന്ന് കൊറോണ ധവാൻ എന്നാക്കി മാറ്റുകയായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രത്തിന്റെ പേര് മാറ്റിയതാണെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ഈയിടെ മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന ചിത്രത്തിനു സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഹർജി നൽകിയതും വലിയ വാർത്തയായി. കോട്ടയം ജില്ലയിൽ കുഞ്ചമൺ ഇല്ലക്കാരായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. ചിത്രത്തിൽ ഉപയോഗിച്ചിരുന്ന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പേരും പരാമർശങ്ങളും നീക്കണമെന്നായിരുന്നു ഹർജിയിലുള്ള ആവശ്യം. ഇതിനെ തുടർന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് കൊടുമൺ പോറ്റി എന്നാക്കി മാറ്റുകയായിരുന്നു. സെൻസർ ബോർഡിന്റെ മറ്റ് പരാതിയുടെയും അടിസ്ഥാനത്തിൽ പല ചിത്രങ്ങളുടെയും കഥാപാത്രങ്ങളുടെയും പേര് മാറ്റാൻ ഇതിനു മുൻപും നടന്നിട്ടും ചിലതിൽ കാരണം പുറത്തറിയാറുണ്ടെങ്കിൽ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം പോലെ കാരണം വ്യക്തമല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്.